ലോകത്തിലെ ചില സംഭവങ്ങൾക്ക് സയൻറ്റിഫിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഉണ്ടാകും. പക്ഷേ ചില അസാധാരണമായ സംഭവങ്ങൾക്ക് അങ്ങനെ ഒരു സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ കണ്ടെത്താനാവില്ല. അങ്ങനെ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. സയൻറ്റിസ്റ്റുകൾ പോലും ലോകത്തിലെ ഏറ്റവും വലിയ അസാധാരണ പ്രതിഭാസമെന്ന് വിശേഷിപ്പിച്ച ആ കഥയിലേക്ക് വരൂ. തുടങ്ങാം ഇന്നത്തെ മറ്റൊരു കഥയുമായി. ദി മിസ്റ്റീരിയസ് ഫേസസ് ഓഫ് ബെൽമസ്. 1971 ഓഗസ്റ്റ് 23 സർ സ്പെയിനിലെ ബെൽമസ് ഡി മെറലീഡ എന്ന സിറ്റിയിൽ റോഡിഗ്രസ് അക്കോസ്റ്റ സ്ട്രീറ്റിലെ 5-ാം നമ്പർ വീട്. ആ വീട്ടിൽ ആ സമയത്ത് മരിയ ഗോമസ് ക്യാമറാജേൻ എന്ന സ്ത്രീയും അവരുടെ ഏതാനും മാസങ്ങൾ പ്രായമുള്ള പേരക്കുട്ടിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മരിയയുടെ ഭർത്താവ് ജുവാൻ പെരേര സാഞ്ചസ്. അയാൾ കൃഷിസ്ഥലത്ത് ജോലി ചെയ്യുകയായിരുന്നു. മരിയ ഗോമസ് അടുക്കളയിൽ പാചകം ചെയ്യുകയായിരുന്ന സമയത്ത് യാദൃച്ഛികമായി തറയിലേക്ക് നോക്കിയപ്പോൾ അവിടെ ഒരു കറ പോലെ എന്തോ കാണപ്പെട്ടു. അവൾ ഉടനെ തന്നെ അത് തുടച്ചു നീക്കാൻ തുടങ്ങി. എന്നാൽ എത്ര ശ്രമിച്ചിട്ടും ആ പാട് മാറുന്നതേയില്ല. പിന്നെ അവൾ ആ ശ്രമം ഉപേക്ഷിച്ചു തന്റെ ജോലിയിൽ മുഴുകി. അടുത്ത ദിവസം അവൾ പതിവ് പോലെ ജോലി ചെയ്യാൻ അടുക്കളയിൽ വന്നപ്പോൾ ആ കറപ്പാട് കുറച്ചുകൂടി വ്യക്തമായി കാണപ്പെട്ടു. അവൾ കുറച്ചുകൂടി അടുത്തു ചെന്ന് നോക്കിയപ്പോൾ ആ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി. ആ കറ ഒരു സ്ത്രീയുടെ രൂപമായി മാറിയിരിക്കുന്നു. അവൾ ആ കറ വീണ്ടും തുടച്ചു കളയാൻ നോക്കി. എന്നിട്ടും അത് മാഞ്ഞു പോയില്ല. ഒടുവിൽ അവൾക്ക് വല്ലാത്തൊരു ഭയം തോന്നി തുടങ്ങി. താമസിയാതെ മറിയയുടെ ഈ കണ്ടെത്തൽ ബെൽമസിൽ വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കി. ഇതിൽ ദേഷ്യപ്പെട്ട് അവരുടെ മകൻ മിഗ്വൽ ഒരു പിക്കാസ് ഉപയോഗിച്ച് ആ കോൺക്രീറ്റ് തറ വെട്ടിപ്പൊളിച്ചു. എന്നിട്ട് പുതുതായി കോൺക്രീറ്റ് ചെയ്തു. അങ്ങനെ കുറച്ചു ദിവസത്തേക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ടു പോയി. സെപ്റ്റംബർ 18 ഉച്ച കഴിഞ്ഞ് 8 മണിയോടെ അടുക്കളയുടെ തറയിൽ വീണ്ടും മുഖങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ഇത് കണ്ട് കുടുംബത്തിലെ എല്ലാവരും അമ്പരന്നുപോയി. ആ നിമിഷം മുതൽ വാർത്ത കാട്ടുതീ പോലെ പടർന്നു. അന്നുവരെ വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കഴിഞ്ഞ മരിയ എന്ന വീട്ടമ്മയുടെ ചിത്രം അന്നത്തെ പല സ്പാനിഷ് പത്രങ്ങളുടെയും പിന്നീട് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെയും കവറുകളിൽ സ്ഥിരം മുഖമായി മാറി. അവരുമായി അഭിമുഖം നടത്താൻ 100 കണക്കിന് പത്രപ്രവർത്തകർ അവരുടെ പട്ടണത്തിലേക്ക് യാത്ര തിരിച്ചു. ക്രമേണ ഈ വീടിനെക്കുറിച്ചുള്ള കഥകൾ കേട്ട് പല സ്ഥലത്തു നിന്നും ആൾക്കാർ വീട് സന്ദർശിക്കാൻ വരാൻ തുടങ്ങി. അങ്ങനെ വന്ന സന്ദർശകരിൽ നിന്നും പണം വാങ്ങി ആ വീട് സന്ദർശിക്കാൻ അനുവാദം നൽകി. ഈ കാര്യം പലരിലും സംശയം തോന്നിപ്പിച്ചു. പണം നേടാൻ വേണ്ടി പെരേര കുടുംബം തട്ടിപ്പ് നടത്തുകയാണെന്ന് പലരും പറഞ്ഞു. എന്നാൽ ചിലർ പറഞ്ഞത് ആ വീട്ടിൽ പ്രേതബാധയാണെന്നായിരുന്നു. ബെൽമസിലെ ജനങ്ങളെ ശാന്തരാക്കാൻ ആ സ്ഥലത്തെ മേയർ തീരുമാനിച്ചു. അയാൾ ആ കുടുംബത്തിൽ നടക്കുന്ന അസ്വാഭാവിക സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്താൻ തീരുമാനിക്കുന്നു. ഇതിന്റെ ഭാഗമായി മേയർ ആ കുടുംബത്തോട് അതിനുള്ള അനുവാദം വാങ്ങിച്ചു. അന്വേഷണത്തിന്റെ ആദ്യ പടിയായി അവർ വീടിന്റെ ബേസ്മെന്റ് കുഴിക്കാൻ തുടങ്ങി. അവർ കുഴിച്ച് കുറെ കഴിഞ്ഞപ്പോൾ അതിൽ കണ്ട കാഴ്ച അവരെ വല്ലാതെ ഞെട്ടിച്ചു കളഞ്ഞു. അവിടെ തലയില്ലാത്ത കുറെ അസ്ഥികൂടങ്ങൾ പരിശോധിച്ചപ്പോൾ അവ 13-ാം നൂറ്റാണ്ടിലേതാണെന്ന് മനസ്സിലായി. എന്നാൽ അത് കണ്ടെത്തിയ സ്ഥലത്തിന്റെ പ്രാദേശിക ചരിത്രത്തെക്കുറിച്ച് യാതൊരു രേഖയും കണ്ടെത്താനായില്ല. ഈ തലയില്ലാത്ത അസ്ഥികൂടങ്ങൾ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടവരുടേതാണെന്ന് ആളുകൾ വിശ്വസിച്ചു. ആ മൃതദേഹ അവശിഷ്ടങ്ങളെല്ലാം തന്നെ അടുത്തുള്ള ശ്മശാനത്തിൽ ആദരപൂർവ്വം സംസ്കരിച്ചു. ഇനിയെങ്കിലും ആ വീട് സാധാരണ നിലയിലാകുമെന്ന് പെരേര ഫാമിലിയിലുള്ളവർ വിശ്വസിച്ചു. എന്നാൽ അവർക്ക് തെറ്റി. വീണ്ടും ആ പ്രതിഭാസങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു. ഇതിന് പരിഹാരമായി ആ വീട് ഉപേക്ഷിക്കാൻ മേയർ അവരോട് ആവശ്യപ്പെട്ടു. കൂടാതെ നിരവധി സർവകലാശാലയിൽ നിന്നുള്ള ടീമുകളും പാരാനോർമലിസ്റ്റുകളും ആ മുഖങ്ങളുടെ യഥാർത്ഥ കാരണം അറിയാനും പരിശോധിക്കാനും ആ വീട്ടിൽ നിരന്തരം വന്നുകൊണ്ടേയിരുന്നു. എന്നാൽ ഇതിനൊരു ശരിയായ ഉത്തരം നൽകാൻ ആർക്കും കഴിഞ്ഞില്ല. മുഖം തെളിഞ്ഞു വന്ന കോൺക്രീറ്റിന്റെ സാമ്പിളുകൾ ശേഖരിച്ച് വർഷങ്ങളോളം നീണ്ട അന്വേഷണങ്ങൾ നടത്തിയെങ്കിലും പരസ്പരം വിരുദ്ധമായ കുറെ നിഗമനങ്ങൾ മാത്രമുണ്ടായി. ഈ കഥയെ ചുറ്റിപ്പറ്റിയുള്ള പല സിദ്ധാന്തങ്ങളുമുണ്ട്. ഇതൊരു പാരാനോർമൽ ആക്ടിവിറ്റി ആണെങ്കിൽ പോലും പ്രേതങ്ങളുടെ അസ്തിത്വം തെളിയിക്കാൻ ശക്തമായ തെളിവുകളൊന്നുമില്ല. 2004 മരിയ തന്റെ 85-ാം വയസ്സിൽ അന്തരിച്ചു. എല്ലാം അതോടെ അവസാനിക്കുമെന്ന് കരുതിയവർക്ക് അവിടെ തെറ്റി. ആ പ്രതിഭാസങ്ങൾ അതുപോലെ തന്നെ ഇന്നും തുടരുന്നു. യാഥാർത്ഥ്യമോ സങ്കല്പികമോ ആകട്ടെ, ഹൗസ് ഓഫ് ഫേസസ് ഇന്നും ഒരു രഹസ്യമായി തന്നെ നിലനിൽക്കുന്നു. Thanks for watching. If you like my videos, don't forget like and subscribe.